നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഭീഷ്മപിതാമഹൻ പറയുന്നത് നമ്മുടെ ഈ യുദ്ധവിജയത്തിന് വിപരീതമായി ബാധിക്കും. അദ്ദേഹം ഈ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ സൈന്യത്തിന്റെ ഉള്ളിൽ ഭിന്നിപ്പുളവാക്കാനും പരസ്പരം അവിശ്വാസമുളവാക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അങ്ങയുടെ പരാജയത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ്. കുരുണാമഹിതോ നിത്യം നചരാജാവ ബുദ്ധ്യത്തെ കോഹി നാമ സമാനേഷു രാജസൂദാര കർമ്മസു തേജോവധമിമം കുര്യാത് വിഭേദയിഷുരാഹവേ. ഭീഷ്മനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭീഷ്മ, അങ്ങല്ലാതെ കണ്ട് വേറെ ആരാണ് ഈ സന്ദർഭത്തില് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഒരാളെ എന്നെ ഈ പ്രകാരത്തിൽ തേജോവധം ചെയ്യുക? ദുര്യോധനന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദർഭം വന്നു ചേർന്നിരിക്കുന്നു. അക്കാര്യത്തിൽ ദുര്യോധനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സമാന മനസ്കരായിരിക്കുന്ന ദുര്യോധനന്റെ ആപ്തമിത്രങ്ങളായിരിക്കുന്ന രാജാക്കന്മാര് സസൈന്യം ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നു. അവരെല്ലാം ഇവിടെ സന്നിഹിതരാണ്. അവർ ദുര്യോധനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഉത്സാഹത്തോടുകൂടി എത്തി നിൽക്കുന്നവരാണ്. അവരുടെ മനസ്സൊന്നാണ്, അവരുടെ ചിന്തയൊന്നാണ്. ഇങ്ങനെ ഐകമത്യത്തോടുകൂടി അവർ ഒന്നിച്ചിരിക്കുമ്പോ, അല്ലയോ ഭീഷ്മ, അങ്ങല്ലാതെ വേറെ ആരാണ് ഈ രാജാക്കന്മാർക്കിടയ്ക്ക് പരസ്പര അവിശ്വാസമുണ്ടാക്കാനും രാജാക്കന്മാരുടെ ഐക്യത്തെ തകർക്കാനും വേണ്ടിയിട്ട് ഈ പ്രകാരത്തില് സംസാരിക്കുക? വേറെ ആരും തന്നെ ഇങ്ങനെ സംസാരിക്കില്ല. ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യമാണ്, അപകാരമാണ് അങ്ങ് ചെയ്യുന്നത്. അങ്ങ് എന്റെ ഗുണങ്ങളെ അറിയുന്നില്ല. യഥാത്വം ഗുണവിദ്വേഷാത് അപരാഗം ചികീർഷസി. എന്റെ ഗുണഗണങ്ങൾ അതിനെ അങ്ങ് ദോഷമായി കാണുന്നു. അതിനെയെല്ലാം അങ്ങ് വിരോധിക്കുന്നു. തന്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്റെ മഹിമയേറിയ മാനസിക ബൗദ്ധിക ഗുണങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്നാണ് കർണന്റെ അവകാശവാദം. പല പ്രകാരത്തിൽ പാണ്ഡവന്മാരെ ഉപദ്രവിക്കാൻ ദുര്യോധനനെ പ്രോത്സാഹിപ്പിച്ച് പല കുകർമ്മങ്ങൾ ചെയ്തതെല്ലാം തന്റെ ഗുണരാശിയായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും കരുതുന്നത്. അതാണ് അതിമാനിത. എന്റെ ഗുണഗണങ്ങളെയെല്ലാം വിപരീതമായി കണ്ടിട്ട് അങ്ങ് അതിനെ വെറുക്കുന്നു. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അവമതിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മനസ്സിൽ എന്നോട് അവജ്ഞയുളവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ വാക്കുകൾ, എന്നെ അർത്ഥരഥിയായിട്ട് ചിത്രീകരിക്കുന്നതായ അങ്ങയുടെ വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ അങ്ങയുടെ ഈ വാക്കുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല, അതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താനുള്ള യോഗ്യത ഭീഷ്മ അങ്ങയ്ക്ക് ഇല്ല. നഹായനയർന്ന ബലിതൈർ നവിത്തൈർന ച ബന്ധുഭി മഹാരഥത്വം സംഖ്യാതും ശക്യം ക്ഷത്രസ്യ കൗരവ. അല്ലയോ കുരുവംശത്തിൽ അങ്ങേറ്റം പ്രായം ചെന്നിരിക്കുന്ന ഭീഷ്മ,
അങ്ങാണല്ലോ ഇപ്പോ രണ്ടു പക്ഷത്തുമുള്ള രഥികളെയും അതിരഥികളെയും ഒക്കെ നിർണയിച്ച് വിശദമായിട്ട് വർണ്ണിച്ചു കേൾപ്പിച്ചത്. അതിന് അങ്ങക്ക് കഴിവെന്തിരിക്കുന്നു? പ്രായം കൊണ്ട് ഈ പ്രകാരത്തിൽ യോദ്ധാക്കളെ വിലയിരുത്തുവാനുള്ള കഴിവ് ആർക്കും വന്നു ചേരില്ല. അങ്ങ് പ്രായം കൊണ്ട് മുകളിലാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാള് വിലയിരുത്തുന്ന കാര്യത്തിൽ സമർത്ഥനായി തീരില്ല. തലമുടി നരച്ചതുകൊണ്ടും താടിയും അതേപോലെ മീശയുമെല്ലാം നരച്ചതുകൊണ്ടും ഒരിക്കലും ഒരാള് യോദ്ധാക്കളെ വിലയിരുത്താൻ കരുത്തുള്ളവനായി തീരുന്നില്ല. സമ്പത്ത് ഏറിയിരുന്നാൽ പോലും യോദ്ധാക്കളെ വിലയിരുത്താനുള്ള ശേഷി ആർക്കും വരില്ല. വളരെയേറെ ബന്ധുക്കളുണ്ടെങ്കിലും ആർക്കും യോദ്ധാക്കളെ വിലയിരുത്താനുള്ള ശേഷി വരില്ല. ഇതൊക്കെ കൊണ്ട് ഈ പ്രായം കൊണ്ടും അതേപോലെ തന്നെ ജരാനരകൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ബന്ധുബലം കൊണ്ടും ആരും മഹാരഥിയായി തീരുകയുമില്ല. അല്ലയോ ഭീഷ്മപിതാമഹ, അങ്ങയുടെ ഈ വിലയിരുത്തൽ തികച്ചും അയോഗ്യമാണ്. ഈ വിലയിരുത്തൽ നടത്തുവാനുള്ളതായ ശേഷിയും യഥാർത്ഥത്തിൽ അങ്ങയ്ക്കില്ല. ഒരു ക്ഷത്രിയന്റെ മാന്യതയ്ക്ക് അടിസ്ഥാനം എന്തെന്ന് അങ്ങയ്ക്ക് അറിയില്ലല്ലോ. കേട്ടുകൊള്ളൂ. ബലജ്യേഷ്ഠം സ്മൃതം ക്ഷത്രം. ക്ഷത്രിയന്റെ മാന്യതയ്ക്ക് അടിസ്ഥാനം അയാളുടെ ശാരീരിക ബലവും അഭ്യാസപാഠവും ധൈര്യവുമാണ്. യുദ്ധം ചെയ്യാനുള്ള മികവാണ്. അതല്ലാതെ മറ്റൊന്നും തന്നെയല്ല. ഇഷ്ടാനിഷ്ടങ്ങളല്ല, അവിവേകമല്ല. അങ്ങയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വിലയിരുത്തി. യഥാർത്ഥത്തിൽ ക്ഷത്രിയനെ വിലയിരുത്തേണ്ടത് അയാളുടെ പരാക്രമത്തെ യുദ്ധ നൈപുണ്യാസ്പദമാക്കിയാണ്. മന്ത്രജ്യേഷ്ഠാദ്വിജാതയ. ബ്രാഹ്മണന്റെ മാഹാത്മ്യം ഏതിനെ ആസ്പദമാക്കിയാണ് വിലയിരുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദമന്ത്രങ്ങളെ യഥായോഗ്യം പ്രയോഗിക്കുന്നതിൽ അവർക്കുള്ളതായ മികവ് ചിന്തിച്ചുകൊണ്ടാണ്, അതിനെ വിലയിരുത്തിക്കൊണ്ടാണ്. ധനജ്യേഷ്ഠാസ്മൃത വൈശ്യ ശൂദ്രാസ്തു വയസാധികാഹ. വൈശ്യന്മാരെ വിലയിരുത്തേണ്ടത് അവരുടെ സമ്പത്തിലുള്ള ആധിക്യത്തെ മുൻനിർത്തിയാണ്. ശൂദ്രന്മാരെ വിലയിരുത്തേണ്ടത് അവരുടെ പ്രായത്തെ ആസ്പദമാക്കി. അല്ലയോ ഭീഷ്മ, യഥേച്ഛകം സ്വയം ബ്രൂയാത് രഥാൻ അതിരഥാൻ തഥാ. അങ്ങയുടെ മനസ്സിലെ താല്പര്യങ്ങൾ, സങ്കുചിതമായ താല്പര്യങ്ങൾ, അത് വെച്ചുകൊണ്ടാണ് രണ്ട് സൈന്യത്തിലുമുള്ള രഥികളെയും അതേപോലെ അതിരഥികളെയും ഒക്കെ അങ്ങ് വർണ്ണിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. ഇത് കാമദ്വേഷ സമായുക്തമായിട്ടുള്ള വിലയിരുത്തലാണ്. അങ്ങയുടെ ആഗ്രഹങ്ങൾ, അങ്ങയുടെ ഇഷ്ടങ്ങൾ, അങ്ങയുടെ വിദ്വേഷങ്ങൾ, ഇതൊക്കെയാണ് ഈ നിർണയത്തില് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഈ പറഞ്ഞതെല്ലാം അജ്ഞതയാണ് എന്ന് ഞാൻ ആദ്യമേ തള്ളിക്കളയുന്നു. എന്നിട്ട് ദുര്യോധനോട് പറയാണ്, ദുര്യോധന മഹാബാഹോ സാധു സമ്യഗവേക്ഷ്യതാം. അല്ലയോ മഹാബാഹുവായിരിക്കുന്ന ദുര്യോധന, ഇത് വളരെ പ്രധാനപ്പെട്ടതായ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിന്റെ പ്രത്യേകത അങ്ങ് നിസ്സാരമായി തള്ളിക്കളയരുത്. അങ്ങ് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭീഷ്മനെ വിലയിരുത്തണം, ഭീഷ്മന്റെ ചിന്തകളെ വിലയിരുത്തണം, ഭീഷ്മന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും വിലയിരുത്തണം. അതല്ലെങ്കിൽ പല പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അത് കാരണമായി തീരും എന്ന് അറിഞ്ഞുകൊള്ളുക. അങ്ങ് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ കേൾപ്പിക്കാം. ത്യജ്യതാം ദുഷ്ടഭാവോയം ഭീഷ്മ കിൽവിഷകൃത്തവ. ഈ ഭീഷ്മനുണ്ടല്ലോ, ദുഷ്ടമനസ്സോടുകൂടിയവനാണ്. ഇപ്പോ അങ്ങ്, അല്ലയോ ദുര്യോധന, അങ്ങയുടെ സർവ്വസൈന്യാധിപനായിട്ട് ഭീഷ്മരെ ഏറ്റവും സമുന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നു. ഒരിക്കലും ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല ഭീഷ്മൻ. ഭീഷ്മന് അങ്ങയുടെ നേരെ വിദ്വേഷമാണുള്ളത്.
അങ്ങയെ ഭീഷ്മൻ പല പ്രകാരത്തിലുള്ള ദ്രോഹപ്രവർത്തികളാൽ തകർക്കാനായി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആളിനെ സർവസൈന്യാധിപനാക്കി വെക്കരുത്, സൈന്യത്തിൽ പോലും പെടുത്തരുത്. എന്തു വേണം? ത്യജ്യതാം ദുഷ്ടഭാവോയം. ഈ ഭീഷ്മനെ ഉപേക്ഷിക്കണം, വളരെ ദൂരെ ഉപേക്ഷിക്കണം. കാരണം അയാളുടെ മനസ്സ് ദുഷ്ടത നിറഞ്ഞതാണ്. അത് ഒരിക്കലും, അല്ലയോ കൂട്ടുകാര, രാജാവേ, അങ്ങയ്ക്ക് ഹിതമായിരിക്കയില്ല. ഭീഷ്മന്റെ ഈ വാക്കുകൾ നമ്മുടെ സൈന്യത്തിന്റെ ഉള്ളിൽ, സൈനികരുടെ മനസ്സിൽ എന്തെന്തൊക്കെ പ്രതിചലനങ്ങളാണ് ഉണ്ടാക്കുക എന്നങ്ങ് ചിന്തിക്കണം. അതിന്റെ ഫലം എന്താണ് എന്നും ചിന്തിക്കണം. ഭിന്നാ ഹി സേനാ നൃപതേ ദുസ്സന്ധേയാ ഭവത്യുത. ഒരു വലിയ യുദ്ധത്തിന്റെ രംഗത്തിറങ്ങുമ്പോ സൈന്യം ഐകമത്യത്തോടുകൂടി നിൽക്കണം, ഏകമനസ്സായിട്ട് നിൽക്കണം. അവരുടെ മനസ്സും ബുദ്ധിയും ശരീരവും പ്രാണങ്ങളുമെല്ലാം ഒരേ മണ്ഡലത്തിൽ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം. പക്ഷേ ഇവിടെ സൈനികരെ ഭിന്നിപ്പിക്കുന്നതിനുള്ള പണിയാണ് ഈ ഭീഷ്മൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ യുദ്ധത്തിന്റെ രംഗത്തിറങ്ങി നിൽക്കുന്ന സൈനികരുടെ മനസ്സിൽ ഭിന്നതയുളവാക്കിയാൽ എന്ത് പറ്റും? അവരെ പിന്നെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. ശത്രു എപ്പോഴും ആഗ്രഹിക്കുന്നത് സൈന്യത്തെ ഭിന്നിപ്പിക്കാനാണ്, എതിർപക്ഷത്ത് നിൽക്കുന്ന സൈന്യത്തെ ഭിന്നിപ്പിക്കാനാണ്. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ അവരെല്ലാ പ്രകാരത്തിലും ചെയ്യും. അവർക്ക് പറ്റിയതായ സഹായമാണ് ഇപ്പോൾ ഇതാ ഭീഷ്മനിൽ നിന്നുണ്ടാകുന്നത്. നമ്മുടെ സൈന്യങ്ങളെ ഭിന്നിപ്പിക്കുന്നു. അവരിൽ ഓരോരുത്തരുടെ ഉള്ളിലും മറ്റുള്ളവരെ കുറിച്ച് അവിശ്വാസം ജനിപ്പിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ശത്രു കടന്നാക്രമിക്കുന്ന അവസരത്തിൽ കരുത്തോടുകൂടി ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്ത് ശത്രുക്കളെ തോൽപ്പിച്ചോടിക്കാൻ, തകർക്കാൻ സൈന്യത്തിന് കഴിയാതെ വരും. അതിനവർ ഒരുമിച്ച് നിൽക്കണം. മാനസികമായും ബൗദ്ധികമായും ശാരീരികമായും പ്രയോഗക്ഷമതയാലും അത് സാധിക്കാതെ വരും. അവരെ കൂട്ടിയിണക്കാൻ പിന്നെ പറ്റുകയില്ല. ശത്രു കൂടുതൽ ഈ സേനാനിരകളെ തകർത്തുകൊണ്ടേയിരിക്കും. പണ്ടേ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ ഉളവാക്കി കഴിഞ്ഞാൽ അവരെ ഒരുമിപ്പിക്കാൻ പറ്റൂല. മൗലാഹി പുരുഷ വ്യാഘ്ര ഹിമുനാനാ സമുദ്ധിതാഹ.